അപ്പൊ ഈ കാക്ക ഒന്നിനും സമ്മതിക്കില്ല. നേരെ വെളുക്കാണല്ലേ. മേൽനോട്ടം ജോലി ചെയ്യിപ്പിക്കുന്നു. കുക്കർ നിലവിളിച്ചോണ്ടിരിക്കുക. ഒരു മുട്ടതാ ചിരിച്ചോണ്ട് കിടപ്പുണ്ട്. ഇത് ആരും കണ്ട് പേടിക്കൊന്നും വേണ്ട. പുറത്ത് പോണേന്ന് നമുക്കുള്ളതല്ല. സിമ്പിളായിട്ട് വരുന്നുണ്ടാമ. ഹായ്, അപ്പൊ എല്ലാവർക്കും സുഖാണോ? അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ കാക്ക ഒന്നിനും സമ്മതിക്കില്ല. കാക്ക ഇങ്ങനെ ശല്യം ഉണ്ടാക്കാണ് മക്കളെ. അപ്പൊ എല്ലാവർക്കും സുഖാണോ? എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് മക്കളെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും മക്കളെ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ 6 മണി തൊട്ട് ഒരു 9-9:30 മണി വരെ വീഡിയോ കാണുള്ളൂ അല്ലേ? അതെ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുഞ്ഞ് സപ്പോർട്ടും വേണം. രാത്രി ചെന്ന് കിടന്നിട്ട് രാവിലെ എഴുതിക്കാനൊന്നും തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് നേരം വെളുത്തു. രാവിലെ തന്നെ അങ്ങ് നേരവും വെളുത്തു അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മഴയൊന്നുമില്ല ഇവിടെ. ഇവിടെ 3-4 ദിവസം കൊണ്ട് മഴയൊന്നുമില്ല മക്കളെ. അവിടെയൊക്കെ മഴയുണ്ടോ മക്കളെ? എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നോളൂ മക്കളെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അമ്മ? ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ കഴിച്ചപ്പോൾ തോന്നിയ കാര്യമാണ്. ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പ്ലാനിങ് അതാണ്. എന്നാണെങ്കിൽ തലേ ദിവസമേ പ്ലാൻ ചെയ്തിട്ടാണ് കിടക്കുന്നത് നാളെ എന്തുണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിനെന്ന്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല അല്ലേ? ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പിന്നെ ആർക്കും പുറത്തൊന്നും പോകണ്ടല്ലോ. എല്ലാവരും ഉറക്കം തന്നെയാണ് മക്കളെ. എല്ലാവരും ഉറക്കത്തിലാണ്. രാവിലെ എഴുന്നേറ്റിട്ട് എന്താണ് ഉണ്ടാക്കാന്ന് ചിന്തിച്ച് രാവിലെ നമ്മുടെ നാട്ടിൽ ഇടിയപ്പം എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണത് നമുക്കറിയില്ല. നൂലപ്പോന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നൂലപ്പോന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇടിക്കുന്നത് കൊണ്ടാണ് ഇടിയപ്പം. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. കണ്ടു, നിറച്ച് കരിവേപ്പില അവിടെ. ഇത് മാത്രമല്ല അപ്പുറവശത്തും കരിവേപ്പില മരം ഉണ്ടല്ലേ? നമുക്കിന്ന് ഇത്ര മതി, ഇത്ര ആവശ്യമുള്ളൂ. ഉത്തരവാദിത്തം കൂടിയ കുട്ടിയാട്ടോ എൻ്റെ കുട്ടി. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്. അപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇടിയപ്പത്തിൽ മൽപ്പിടുത്തം പിടിക്കാം അല്ലേ? അതെ. മുട്ടക്കറിക്കുള്ള മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയാണല്ലോ പ്രധാനം. മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിലേക്ക് വെച്ച് അടുപ്പത്ത് വയ്ക്കാം. അപ്പൊ ഐശ്വര്യമായിട്ട് ഇന്നത്തെ തീ അങ്ങോട്ട് കത്തിക്കാം. അപ്പൊ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. മുട്ടക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. സവാള നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഉള്ളി തൊലിച്ചാൽ കണ്ണരിയും. കണ്ണരിയണമല്ലോ, അതല്ലേ ശാസ്ത്രം. അതെ. എന്നാൽ ചിലർ ഉള്ളി തൊലിച്ചാൽ കണ്ണരിയില്ല. അതെന്താ? അങ്ങനെയുള്ളവരും ഉണ്ട്. ഇല്ല ഉണ്ട്. അപ്പൊ മുട്ടക്കറി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈസ്? നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി അല്ലേ? അതെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് ഇഷ്ടമല്ല. മുട്ടക്കറി ഇഷ്ടമില്ലാത്ത ആരുമില്ല മക്കളെ. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ മക്കളെ. തൊലിച്ചെടുക്കുമ്പോൾ ഇതിലൊക്കെ നോക്കിയില്ലെങ്കിൽ കൈ മുറിഞ്ഞാലോ. ഇടയ്ക്കിടയ്ക്ക് ഇതിലോട്ടൊരു കണ്ണ് വേണം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതിലോട്ടൊരു കണ്ണ് വേണം. അതെനിക്ക് ആവശ്യമാണ്.
മുട്ടയില്ലാതെ എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റും? മുട്ട ഉണ്ടെങ്കിലല്ലേ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റൂ. മുട്ട ഉണ്ടെങ്കിലേ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് പറയും, ഉള്ളിക്കറി എന്ന് പറയും. ഞാൻ ഇതെല്ലാം കണ്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്. മടിച്ചിയാണ്, എന്നെ കൊണ്ട് മാത്രമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഇത് കേട്ടിട്ട് ചിലര് പറയും ഞാൻ ജോലി എടുക്കില്ല, മടിച്ചിയാണ്, അമ്മയെ കൊണ്ട് മാത്രം ജോലി എടുപ്പിക്കുന്നു എന്ന്. അപ്പൊ ഉമ്മ കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പവും ഇല്ല, ഒരു മടിച്ചിയും അല്ല. അത് കേട്ടാ മതി. അത് വന്നു. കുക്കർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എല്ലാം അതാ പൊളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം അല്ലേ? ഇനി നമുക്കത് കട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ആയുധം. അപ്പൊ നമുക്ക് ഈ ആയുധം വെച്ച് വേണം ഇന്ന് ചതച്ചെടുക്കാൻ. ചതയ്ക്ക്. നമുക്ക് ആയുധത്തിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇതിനൊന്ന് നോവിച്ചെടുക്കട്ടെ. സൂര്യ രാവിലെ കണ്ണിൽ തന്നെ വെട്ടടിക്കണമല്ലോ ഗൈസ്. നമുക്ക് മല്ലിയില എടുത്തിട്ട് വരാം. ഇതാണ് മല്ലിയില. അപ്പോൾ ഇത് നിറച്ച് അവിടെ ഇവിടെയൊക്കെ പൊടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഒരു തൈ കൊണ്ട് നട്ടതാട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ആഫ്രിക്കൻ മല്ലിയാട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സ്ഥിരം എടുക്കാറുണ്ട്. ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു മുട്ട ദാ ചിരിച്ചോണ്ട് കിടപ്പുണ്ട്. മുട്ട പൊളിക്കേണ്ട ജോലി എൻ്റെതാണ്. അപ്പം ഞാൻ മുട്ട പൊളിക്കട്ടെ. ചൂട് ചൂട് ചൂട്. അപ്പം മുട്ടയെല്ലാം അതിഗംഭീരമായിട്ട് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി മുട്ടക്കറിയിലോട്ട് കിടക്കാമല്ലേ? ചട്ടി മേടിച്ച കടയിൽ കൊടുക്കാറായി. എന്തായാലും ഇത് ആരും കണ്ട് മേടിക്കൊന്നും വേണ്ട, ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വീത്തി കൊടുക്കാം. അപ്പം ഇനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടു പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം വറ്റൽ മുളക് പിച്ചിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ എന്നും ഇതുപോലെ കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടു പഠിച്ചു ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. കണ്ടു പഠിച്ചോളണം എല്ലാവരും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് രണ്ടൊക്കെ പുറത്ത് പോവുക, അത് സ്വാഭാവികമല്ലേ. പുറത്ത് പോണേന്ന് നമുക്കുള്ളതല്ല. അപ്പം ഇതിലേക്ക് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കിടന്ന് വഴണ്ട് വരട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് വഴന്ന് വരണം അല്ലേ? ഇതെല്ലാം കൂടെ കിടന്ന് വഴണ്ട് വരട്ടെ. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു പൊടിക്ക് ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ വീത്തി ഇളക്കി കൊടുക്കാം. സവാള അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അപ്പൊ ആ നേരത്തെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അല്ലേ? സമയം വേസ്റ്റ് ആക്കണ്ട. ഇപ്പൊ ഉള്ളി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇതിലൊരു സ്പെഷ്യൽ ചേരുവയും കൂടെ ചേർക്കാനുണ്ട്. അപ്പം അത് നമുക്ക് ചേർക്കാം.
അപ്പം പശുവും പാലാണ്. അപ്പം കൗ മിൽക്ക് എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ, പശുവും പാല്. പശുവും പാലൊഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പാലൊഴിച്ച് മുട്ടക്കറി വയ്ക്കാറുണ്ട്. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആഫ്രിക്കൻ മല്ലിയിലയാണ്, നല്ല മണമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനരി നമ്മുടെ മുട്ടയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം പശുവും പാലൊഴിച്ച് മുട്ടക്കറി വയ്ക്കുന്ന അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കൽ ഇങ്ങനെ വെച്ചാൽ നമുക്ക് പിന്നെ എന്നും ഇതുപോലെ വെക്കാനേ തോന്നോളല്ലേ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇനി നമ്മളെ മുട്ടക്കറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അല്ലേ. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. പച്ചരി മാവാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് വീത്തി കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മാവ് റെഡിയായി, കുഴച്ച് റെഡിയാക്കി എടുത്തു. അപ്പോൾ മാവ് നമുക്ക് ഉരുട്ടി ഇതിനകത്തോട്ട്, സേവനാഴിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തട്ടില്. അപ്പം ഇനി മാവ് പിഴിഞ്ഞു കൊടുക്കുക അല്ലേ. അപ്പോൾ മാവ് പിഴിഞ്ഞ് ഓരോ തട്ടിലും വെച്ച് കൊടുക്കാം. അപ്പം സിമ്പിളായിട്ട് വരുന്ന അമ്മ ഇതിൽ കൂടെ. സിമ്പിളായിട്ട് വരും. ഇത് നല്ല സേവനാഴിയാണ്. ചിലത് ഭയങ്കര ടൈറ്റാണ്, ചിലത് നല്ല ടൈറ്റാണ്, പാടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതിരുന്ന് വേവട്ടെ. നമുക്ക് തട്ടിയിടാം. ഇടിയപ്പം എല്ലാം റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പം ഇനി നമുക്കിത് കഴിക്കാം. പിന്നെ അതാ ചായയും കൂടി ഉണ്ട്. അപ്പം ഇനി നമുക്കിത് കഴിക്കാം. അപ്പം രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. ടാറ്റാ.